അതിഗംഭീരമായിട്ട് എല്ലാ ജൂറി മെമ്പേഴ്സും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഭ്രമയുഗമാണ്. അതിനൊരു നമ്മൾ പ്രൗഡാണ് ആ കാര്യത്തിൽ. എല്ലാ ഫൈനൽ ലെവല് ഒട്ടുമിക്ക സ്റ്റേജസിലും മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടായിരുന്നു. 400 സിനിമകളുണ്ടല്ലോ, അതുകൊണ്ട് വളരെ ശക്തമായ കോമ്പറ്റീഷൻ. പിന്നെ പുതിയ തലമുറയിൽ നിന്ന് എല്ലാ സെഗ്മെന്റിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് വേണം പറയാൻ. മലയാളത്തിന്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? പല സിനിമകളും ഉണ്ടായിരുന്നു. മലയാളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നത് മലയാളത്തിനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നത് തീർച്ചയായിട്ടും മലയാളം തന്നെയായിരുന്നു. മലയാളത്തിൻ്റെ അഭിമാന നടൻ മമ്മൂട്ടി, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ഭ്രമയുഗത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ്. അതുപോലെ വൈക്കം വിജയലക്ഷ്മിയുടെ പിന്നണിയിൽ, അതുപോലെ ഫെമിനിറ്റി ഫാത്തിമയാണ് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രം. അങ്ങനെ മലയാളത്തിൻ്റെ എല്ലാ സിനിമകളും മറ്റു ഭാഷകളിലുള്ള തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ഉള്ള സിനിമകളെല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. ആയിട്ടുണ്ട് ഇപ്പോൾ. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴും നിത്യയൗവനമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇനിയും സിനിമകൾ ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് അതൊരു മികച്ച നടന്റെ കാര്യത്തിൽ മലയാളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റു നടന്മാരും ഈ മത്സരത്തിലുണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പം. ഞാൻ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ നമ്മളുടെ ജൂറിയുടെ ഒരു ഡിസ്കഷനും പുറത്ത് പറയാൻ പാടില്ല നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല അതിലുള്ളത്. അതെ, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് പറയാം. കാരണം മറ്റ് സിനിമകളിലുള്ള ആക്ടേഴ്സൊക്കെ കോമ്പറ്റന്റ് ആയിരുന്നു. എന്തായാലും നമുക്കിടെ പ്രകടനം ഏറ്റവും മുന്നിലാണ് എന്ന് തന്നെ പറയാം. ഭ്രമയുഗത്തിന്റെ കൊറിയോഗ്രാഫിയും ഭ്രമയുഗത്തിനാണല്ലോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊറിയോഗ്രാഫി അല്ല, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത ചിത്രമാണ് അത്. ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടുന്നു എന്നത് കൂടിയല്ലേ? അതിനേക്കാൾ കൂടുതലാണ് ഒരു സിനിമയ്ക്ക് എന്താണ് അർഹിക്കുന്ന അതിന്റെ മൂഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി നിലനിർത്തുന്ന അതിനുവേണ്ടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അതിഗംഭീരമായിട്ട് എല്ലാ ജൂറി മെമ്പേഴ്സും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഭ്രമയുഗമാണ്. അതിനൊരു നമ്മൾ പ്രൗഡാണ് ആ കാര്യത്തിൽ. എന്തായാലും എല്ലാ ആസ്പെക്റ്റിലും ഭ്രമയുഗത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ഭ്രമയുഗത്തിന്റെ ഫോട്ടോഗ്രാഫിയും പെർഫോമൻസും എല്ലാവരുടെ പെർഫോമൻസും ഒക്കെ. അപ്പം ഒരുപാട് അവാർഡ് ഒരു സിനിമയ്ക്ക് മാത്രം കൊടുക്കാനും പറ്റില്ലല്ലോ. അതെ, എന്നാലും പരിഗണന എന്തായിരുന്നു ഡീറ്റെയിൽസ് എന്നുള്ള നമുക്ക് പറയാൻ പാടില്ല. എന്നാൽ കൂടെ എല്ലാത്തിൻ്റെ മുന്നിൽ ഭ്രമയുഗം ഉണ്ടായിരുന്നു. എല്ലാ അവാർഡുകളും പരിഗണിക്കുമ്പോഴും ഏറ്റവും മുന്നിൽ നിന്നത് ഭ്രമയുഗമാണ്. അതുപോലെ ടെക്നിക്കൽ സൈഡിലും ടെക്നിക്കൽ അവാർഡ്സിലും ഫോട്ടോഗ്രാഫേഴ്സും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ, ഇപ്പോൾ കൽക്കിയുടെ പ്രൊഡക്ഷൻ ഡിസൈനറും ഭ്രമയുഗത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറും ഒക്കെ തമ്മിൽ കോമ്പറ്റീഷൻ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. കാരണം അത് അത്രയും ചലഞ്ചിങ് ആണ്. പിന്നണി ഗായിക സെക്ഷനിലും വൈക്കം വിജയലക്ഷ്മി അതും ഒരു. അതെ, വൈക്കം വിജയലക്ഷ്മിയുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ശ്രേയ ഘോഷിലായിരുന്നു. ബംഗാളി സിനിമയുടെ പാട്ടിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സിനിമയിലാണ് ശ്രേയ ഘോഷിൽ പാടിയിട്ടുള്ള ബംഗാളി സിനിമ വിനോദിനി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം ഈ വിജയലക്ഷ്മിയുടെ ശബ്ദത്തിന്റെ പ്രത്യേകതയും പാടുന്ന രീതിയും ഒക്കെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. ആരാണ് ഈ പാടുന്നതെന്ന് ഞാൻ വിജയലക്ഷ്മി കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയാണെന്ന് പിന്നീട് പറഞ്ഞപ്പോഴൊക്കെ അത്ഭുതമായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു വിജയലക്ഷ്മിക്ക് കിട്ടിയ അംഗീകാരം തീർച്ചയായിട്ടും എല്ലാ ഫൈനൽ ലെവല് ഒട്ടുമിക്ക സ്റ്റേജസിലും മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടായിരുന്നു. കാരണം പ്രൊഡക്ഷൻ ഡിസൈനും അതുപോലെ തന്നെ ഏറ്റവും പോപ്പുലർ സിനിമ എന്നുള്ള കാറ്റഗറിയിലും പെർഫോമൻസ് എല്ലാ സെഗ്മെന്റിലും മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടായിരുന്നു. മലയാളത്തിലെ കുറേ അധികം സിനിമകൾ അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്ലാരിഫിക്കേഷൻ, ഈ ഭ്രമയുഗമായിരുന്നു ആർട്ടിക്കിൾ 370 അവസാനം മികച്ച ചിത്രത്തിന് കോമ്പറ്റീഷൻ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡീറ്റെയിൽസ് പറയാൻ പാടില്ല. എന്നാൽ കൂടെ ഏറ്റവും മുന്നിൽ നിന്നത് ഭ്രമയുഗം.
ഈ സാധാരണ